ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈജിപ്തിൽ സംഘർഷം ശക്തമാവുകയാണ്. പ്രക്ഷോഭകരും സൈന്യവും തമ്മിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തെ തുടർന്ന് നിരവധി മുർസി അനുകൂലികളെ സൈന്യം അറസ്റ്റ് ചെയ്തു. 1973 ഇസ്രായേൽ സൈന്യത്തിനെതിരെ നടന്ന യുദ്ധത്തിന്റെ 40ാം വാർഷികാഘോഷ വേളയിൽ ബ്രദർഹുഡ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന തഹ്രീർ ചത്തുരത്തിലേക്ക് പ്രവേശിക്കാനുള്ള മുർസി അനുകൂലികളുടെ ശ്രമം സൈന്യം തടഞ്ഞു. യുദ്ധവാർഷിക വേളയിൽ ശക്തമായ പ്രതിഷേധത്തിന് മുർസി അനുകൂലികൾ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവരെ വിദേശ ശക്തികളുടെ ഏജന്റുമാരായി കണക്കാക്കുമെന്നും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അധികൃതരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ നടന്ന യുദ്ധവാർഷികാഘോഷത്തിനിടെ ഈജിപ്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുർസി അനുകൂലികളും സൈന്യത്തെ പിന്തുണയ്ക്കുന്നവരും തമ്മിലാണ് ആക്രമണം നടന്നത്. എന്നാൽ ആക്രമണങ്ങളുടെ പേരിൽ നിരവധി മുർസി അനുകൂലികളെയാണ് സൈന്യം അറസ്റ്റ് ചെയ്തത്. അതേസമയം ആക്രമണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇടക്കാല സർക്കാരിനും സൈന്യത്തിനുമാണെന്ന് പ്രക്ഷോഭകർ പറഞ്ഞു. പുറത്താക്കപ്പെട്ട മുഹമ്മദ് മുർസിയെ തൽസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭമാണ് ബ്രദർഹുഡ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ബ്രദർഹുഡിനെ നിരോധിച്ചെങ്കിലും പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ മുർസി അനുകൂലികൾ തയ്യാറായില്ല. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സ്വീകാര്യമായ തരത്തിലുള്ള ഭരണഘടനയ്ക്ക് രൂപം നൽകുമെന്നും സുതാര്യമായ ഭരണ സംവിധാനം നടപ്പിൽ വരുത്തുമെന്നും കഴിഞ്ഞ ദിവസം സൈനിക ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇടക്കാല സർക്കാരിന്റെ വാഗ്ദാനം നിരസിച്ച ബ്രദർഹുഡ് സൈനിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.